പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാത്തിരിപ്പിന് അങ്ങനെ വിരാമമായിരിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ തുക എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം. കൂടാതെ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ച് അതിനുശേഷം വിതരണം ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ തുക വർധനവിൻ്റെ പാതയിലാണ്. ഇപ്പോൾ തന്നെ 2000 രൂപയിലേക്ക് തുക കഴിഞ്ഞ സർക്കാർ വർദ്ധിപ്പിച്ച് എത്തിയിരുന്നു. കുടിശ്ശികയില്ലാത്ത രീതിയിൽ തുകയുടെ വിതരണവും ഇപ്പോൾ നടന്നു വരികയുമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാർ മുൻപ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്ഷേമ പെൻഷൻ തുക ഗണ്യമായി വർദ്ധിപ്പിക്കും. അതായത് 3000 രൂപയിലേക്ക് വർധനവുണ്ടാകും. തുക മുടങ്ങുകയില്ല, അതൊരു അവകാശമായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആദ്യത്തെ മന്ത്രിസഭ കൂടിയ സമയത്ത് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ 1-2 മാസത്തിനുള്ളിൽ തുക ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത്, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മനസ്സിലാക്കിയ ശേഷം, അതായത് നമുക്ക് സാമ്പത്തികമായി എന്തൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകുക. ഇത് ഒറ്റയടിക്ക് 2000 നിന്ന് 3000 രൂപയിലേക്ക് എത്തിക്കുന്നതിന് പകരം 2 ഘട്ടമായിട്ടോ 3 ഘട്ടമായിട്ടോ ഒരു പക്ഷേ 500 രൂപ ആദ്യം വർദ്ധിപ്പിക്കുന്നു, അതിനുശേഷം മറ്റു 500 രൂപയും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കാമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം കറക്റ്റായിട്ട് ചെയ്യാതിരുന്ന സമയത്ത് LDF സർക്കാരിനെ ജനങ്ങൾ തെരുവിൽ നേരിടേണ്ടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന കാണിക്കുന്നുമുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുക ഉടനെ തന്നെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഇതുകൂടാതെ തന്നെ ഈ ഒരു മാസത്തെ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. സർക്കാർ അതിൻ്റെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് മുൻപ് തന്നെ ഉത്തരവിറക്കിയിരുന്നു. തുക കൈകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നാളെയോടുകൂടിയായിരിക്കും പൂർണ്ണ അളവിൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കൊക്കെ എത്തി തുടങ്ങുക. 25-ാം തീയതിയോടുകൂടി വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇതിന് മുൻപായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയായാലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. കാത്തിരുന്ന ഏവർക്കും തുക 2000 നിന്ന് 3000 രൂപയിലേക്ക് കാത്തിരുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതും മറ്റൊരു കാര്യം കൂടിയാണ്. ഈ ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകമായി മനസ്സിലാക്കി വെക്കുക.